സ്വീകരിക്കുക. I mean, the number of faith, step number 1 is that receive Jesus Christ as your Savior. അങ്ങനെ വിശ്വസിച്ച വ്യക്തി വെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെടണം. I mean, whoever believes Jesus is your Savior, get baptized in the water. ഇവിടെ എല്ലാവരും വെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെട്ടവരാണോ? Is everybody who are gathered here was able to get baptized? Is that a വെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെടാത്ത എത്ര പേരുണ്ടെന്ന് കര ഉയർത്താമോ? If there is anybody who have not taken water baptism, can you lift up your hands? ഒരങ്കിളോ കര ഉയർത്തി. വേറെ ആരെങ്കിലും ഉണ്ടോ? ഇന്ന് സ്നാനമൊന്നുമില്ല, പേടിക്കൊന്നും വേണ്ട. I don't want to threaten you. There is nobody. I mean, today we don't have water baptism, but I'm just asking: is there anybody who have not taken a water baptism? ചിലപ്പോൾ ഒരാളിന് വേണ്ടിയായിരിക്കും കർത്താവ് സംസാരിക്കുന്നത്. I mean, it could be for just one person. Even God will be speaking. വാട്ട് യു മീൻ ബൈ എന്താണ് സ്നാനം എന്ന വാക്കിനർത്ഥം? What is the meaning of water baptism? ബാപ്റ്റിസോ എന്ന ഗ്രീക്ക് വാക്കിൽ നിന്നാണ് ബാപ്റ്റിസം എന്ന വാക്ക് വന്നത്. Baptizo, the Greek word for baptizo, the word baptism came. ബാപ്റ്റിസം എന്ന വാക്കിന്റെ അർത്ഥം കുളിക്കുക, മുങ്ങുക, നിമഞ്ജനം ചെയ്യുക. The meaning for the baptism is that you're taking shower, fully getting immersed. ഞങ്ങൾ വളരെ ചെറുതായിരുന്നപ്പോൾ ഞങ്ങളുടെ അമ്മ മാർത്തോമ ചർച്ചിൽ കൊണ്ടുപോയി ഞങ്ങളെ തലയിൽ വെള്ളം തിളപ്പിച്ചിട്ടുണ്ട്. When pastor was a kid, pastor's mother used to take to another Christian congregation church, and they used to have the sprinkling of water baptism. അത് ജലദോഷവും പനിയൊക്കെ വരാൻ വേണ്ടിയുള്ള മരുന്നാണ്. That only causes to fall into sickness. വചനത്തിനകത്ത് യാതൊരു തെളിവുമില്ല. There is no proof in the word of God about the sprinkling water baptism. ആള് പോയാ? പ്രൈസ് ദി ലോർഡ്. കുഴപ്പമില്ല. പ്രായമുള്ളവരല്ലേ? Yeah, they are having. നമ്മുടെ ശരീരം ബലഹീനമല്ലേ? Our body is weak. ഞാൻ എല്ലാവരും നോക്കി പ്രസംഗിക്കുന്ന ആളാ. I like to look everybody face to face. അവിടെ ഒരു മോൻ ആകാശത്തോട്ട് നോക്കി ഉറങ്ങുക. അവൻ നൈറ്റ് ഡ്യൂട്ടിക്ക് പോയിട്ട് വന്നതാ. ഇപ്പൊ ഇവിടെ ബിരിയാണി വിളമ്പി നോക്ക, എല്ലാവരും ഉറക്കം ഇപ്പൊ പോവും. If I give a really good healthy food to everybody will be awake. ഇവിടുത്തെ പല പെന്തക്കോസ്ത് സഭകൾക്കകത്തും ആളുകൾ ഉറങ്ങുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. I've seen people sleeping in a lot of churches. ക്ഷേത്രങ്ങളിൽ എൻ്റെ അപ്പച്ചൻ മന്ത്രവാദി കൊണ്ട് അറിയാം, ക്ഷേത്രങ്ങളിൽ പോയിരുന്ന് ഒരെണ്ണം ഉറങ്ങത്തില്ല. Pastor's father was a witch doctor, and he's saying that in the temple nobody comes and sleeps. ഈ ഫ്രണ്ട് ഇരിക്കുന്ന സാധനത്തെ കണ്ട ഉറക്കം വരുമോ? കണ്ണും തള്ളി ഇങ്ങനെ വെച്ചോണ്ട്. The main reason is because the idols who are sitting there is very scary looking. അങ്ങനെ ഒന്നും ഇവിടെ ഇല്ലാത്തത് കൊണ്ടല്ലേ നമുക്ക് ഉറക്കം വരുന്നത്. We don't have any scary looking images in the front of us. പക്ഷെ അഗ്നി ജ്വാലയ്ക്കത്ത കണ്ണുള്ള ഒരു ദൈവം ഇതിനകത്തുണ്ട്. But we have a God Almighty who is, hallelujah, who is like the fire in front of us. ഞാൻ 2 ക്ഷേത്രങ്ങളെ പൊളിച്ച് കത്തിച്ചിട്ടുണ്ട്. Pastor was able to break down 2 temples. കാവുകളൊക്കെ ഇഷ്ടം പോലെ പൊളിച്ചിട്ടുണ്ട്. ക്ഷേത്രങ്ങൾ, This home temples, pastor was able to break down a lot of home temples. ഒന്ന് ഭദ്രകാളി ക്ഷേത്രവും മറ്റൊന്ന് മന്ത്രമൂർത്തി ക്ഷേത്രവും. The one of them is a Bhadragali temple, and the other one is a മന്ത്രമൂർത്തി. വിഗ്രഹങ്ങളൊക്കെ അടിച്ച് പൊട്ടിച്ച് കുഴിക്കകത്ത് കൊണ്ട് തള്ളി ഇന്ന് ആ കുടുംബങ്ങളൊക്കെ ദൈവത്തെ ആരാധിക്കുകയാണ്. All the home temples were moved, and those how people who are living in the home were able to get saved and praising God right now. വളരെ ശ്രദ്ധയോടെ ദൈവമക്കൾ ഇരിക്കണം. And then let us all attentively listen. ഇതിനകത്ത് അഗ്നിജ്വാലയ്ക്കത്ത കണ്ണുള്ള ദൈവം നടക്കുക. Amen. Lord Jesus Christ, who is having a fiery eyes, is walking among us. Praise the Lord. Praise God. കരമുയർത്തി സ്തോത്രം പറഞ്ഞാട്ടെ. Lift up your hands and praise God. സ്തോത്രം. അപ്പം സ്നാനത്തിന്റെ അർത്ഥം എന്താണ്? What is the meaning of baptism? റോമർ 6:3. Let's read Romans chapter 6. യേശുവിനോട് ചേരുക. We are joining with Jesus Christ. യേശുവിന്റെ മരണത്തിന് പങ്കാളിയാകുക. We are sharing in the death of Jesus Christ. ജീവന്റെ മരണത്തിൽ ജീവന്റെ പുതുക്കത്തിൽ നടക്കുക. And also walking in the newness of life. അതാണ് സ്നാനം. That is water baptism. ഇനി ആരാണ് സ്നാനപ്പെടേണ്ടത്? Who has to get water baptized? മർക്കോസ് 16:16. Mark chapter 16 verse 16. വിശ്വസിക്കാൻ പ്രായമായവർ സ്നാനപ്പെടണം. Whoever is able to believe should be baptized. അപ്പോസ്തലപ്രവൃത്തി 2:38. Acts chapter 2 verse 38. മാനസാന്തരപ്പെട്ട വ്യക്തി സ്നാനപ്പെടണം. Whoever is repent, if you repent, you have to be saved. എങ്ങനെയാണ് സ്നാനം?
how the baptism should happen. മത്തായി 3:16 Matthew chapter 3 verse 16. വെള്ളത്തിൽ ഇറങ്ങിയാണ് സ്നാനം. You have to get immersed in the water and get baptized. അപ്പോസ്തലപ്രവൃത്തി 8:38 Acts chapter 8 verse 38. വെള്ളത്തിൽ ഇറങ്ങിയാണ് സ്നാനം. That is the water baptism, like fully getting immersed, like getting down into the water and getting immersed and be baptized. സ്നാനപ്പെട്ടില്ലെങ്കിൽ എന്താണ് പ്രശ്നം? What happens if you don't get water baptized? യോഹന്നാൻ 3:3 യോഹന്നാൻ 3:5 John chapter 3 verse 3 and 3 verse 5. ആമേ സ്വർഗ്ഗത്തിൽ പോകാൻ പറ്റില്ല. You will not be able to go into the kingdom of God. അപ്പോ ഒരു ചോദ്യം ചോദിക്കാൻ സാധ്യതയുണ്ട്. There is a question people can ask. ക്രൂശിലെ കള്ളൻ സ്നാനപ്പെട്ടില്ലല്ലോ. Then the people ask that, oh, the thief who were in the cross with Jesus did not അത് പറഞ്ഞ് പച്ചാന്റെ ചിരിയുണ്ടോ? ക്രൂശിലെ കള്ളൻ സ്നാനപ്പെട്ടില്ലല്ലോ. The thief who was with Jesus on the cross did not get അദ്ദേഹം എടുക്കപ്പെട്ടല്ലോ. he was he came അതിന്റെ with the ഉത്തരം Lord. The answer for that, ക്രൂശിലെ കള്ളൻ മരിക്കുമ്പോൾ സ്നാനത്തിന്റെ കൽപ്പന നിലവിൽ വന്നിട്ടില്ല. when the thief with the Jesus was dying, the commandment of Jesus, സ്നാനത്തിന്റെ ഔദ്യോഗിക കൽപ്പന നിലവിൽ വന്നത് യേശു ഉയർത്തെഴുന്നതിന് ശേഷമാണ്. when did the baptism commandment came into fulfillment is after Jesus Christ resurrected. അഥവാ കൽപ്പന ഉണ്ടായിരുന്നെങ്കിൽ യേശുവിന്റെ കൂടെ മരിക്കുന്ന ശുശ്രൂഷയാണ് സ്നാനം. Even though if the commandment was like this, actually when he was dying with Jesus, he's following that commandment. അവിടെ സ്നാനപ്പെട്ടേ മതിയാകുള്ളൂ. Then you have to get water baptized. 1921 മുമ്പ് കത്തോലിക്ക സഭയിൽ മുങ്ങി സ്നാനമായിരുന്നു നടന്നുകൊണ്ടിരുന്നത്. Before 1921, even in Catholic Church, they had the immersion baptism. ഡോക്ടർ യുഹാനോൻ മെത്രോപൊലിത്ത എഴുതിയ എ സ്റ്റഡി ബുക്ക് ഫോർ ഫസ്റ്റ് കമ്മ്യൂണിക്കേഷൻ പേജ് നമ്പർ 49. ഡോക്ടർ യുഹാനോൻ മെത്രോപൊലിത്ത എഴുതിയ Dr. Juano Metropolitan, he wrote about a book, A study book for first communication, page number 49. a study book for communication in that page number 40. അവിടെ പറയുന്നു വിശ്വസിക്കുന്നവരെ മാത്രമേ സ്നാനപ്പെടുത്താവൂ. In that it's written that only whoever believes should be baptized. ബൈബിളിനകത്ത് നോക്കണ്ട, ബൈബിളിനകത്ത് വാക്യമില്ല. In the Bible, we don't see exactly like that. സുറിയാനി സഭാ ചരിത്രം വോളിയം 1 പേജ് നമ്പർ 163. The Suryani Church History Book, Volume 1, page 163. യേശു സ്നാനപ്പെട്ടതുപോലെ വെള്ളത്തിൽ ഇറങ്ങി സ്നാനപ്പെടേണ്ടതാകുന്നു. It is mentioned there that you have to get baptized as Jesus is getting into the water, getting immersed and be baptized. ഹൂദായി കാനോൻ അധ്യായം 17. Hudai Canon and chapter 17. ഇത് കത്തോലിക്കാരുടെ പുസ്തകമാണ്. This is all the book that I'm referring towards the Catholics. ഹൂദായി കാനോൻ അധ്യായം 17 പറയുന്നത് In the Hudai Canon, chapter 17, it's mentioned. സ്നാനത്തിന് വെള്ളത്തിനിറങ്ങുമ്പോൾ When you get down to get baptized in the water, ആഭരണങ്ങളെല്ലാം ഊരി കരയിൽ വയ്ക്കണം. അത് ദേവീദേവന്മാരുടെ അലങ്കാര വസ്തുക്കളാണ്. it is mentioned that all your ornaments you can take it out and put it away because those are for ornaments for the lords of this world. അതുകൊണ്ടാണ് ഒറിജിനൽ പെന്തക്കോസ്തുകാർ ആഭരണം ധരിക്കാത്തത്. That's why we see that many Pentecostal people doesn't wear the ornaments. നമുക്ക് ആഭരണം ഊരുന്ന ഇഷ്ടമൊന്നുമല്ല. We don't like to take away the ornaments. പക്ഷെ പ്രസവിക്കാൻ വേണ്ടി ലേബർ റൂമിലോട്ട് കയറുമ്പോൾ ഡോക്ടർ പറയുന്നു ഇത് റിമൂവ് ചെയ്യാൻ പറഞ്ഞാൽ അപ്പോൾ ഊരും. പാസ്റ്റർ പറഞ്ഞാലാണ് കുഴപ്പം, പക്ഷെ ഡോക്ടർ പറഞ്ഞാൽ ഊരും. When they go to any labor room, the doctor or operation theater, the doctors will say that take away all the ornaments. We will definitely take it out. MRI സ്കാൻ എക്സ്റേ എടുക്കാൻ ചെല്ലുമ്പോൾ ഊരാൻ പറഞ്ഞാൽ ഊരും. When if we have to go for MRI scan or X-ray, we will definitely take it out. അപ്പോൾ ഇതെന്തോ പ്രശ്നമുള്ളതല്ലേ, ശരീരത്തിന് പറ്റത്തല്ലേ? That is because there is something that can cause harm in our body. ഇത് നമ്മുടെ ബോഡിയുമായിട്ട് എന്തോ വിഷയമുള്ളതല്ലേ ഇത്? There is something that cause harm with our body. എൻ്റെ അമ്മ മാർത്തോമക്കാരിയാ, ദൈവ ശബ്ദം കേട്ടാണ് അമ്മ ഇത് മാറ്റിയത്. Pastor's wife was a Marthomite. She heard the word of God, then she removed the ornaments. ഒരു സന്തോഷമില്ലാത്ത പോലെ. Why you are not happy? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി ഒരിക്കലും ഊരാത്തവര് the people who never take it out, അവസാനം കുളിപ്പിക്കാനെടുത്ത് പെട്ടിയിലാക്കുമ്പോൾ ഊരും. they need to anyway get remove this when they go away from this world. അപ്പോൾ ഊരിയില്ലെങ്കിൽ ഇവിടുത്തെ കള്ളന്മാര് സെമിത്തേരി തോണ്ടും. If they are not removing that, then the thieves can go into. നമ്മൾ പാപം സംബന്ധിച്ച് മരിച്ചവരായതുകൊണ്ട് Since we are dead because of our ശരീരത്തിലുള്ള അലങ്കാര വസ്തുക്കൾ നമ്മൾ മാറ്റുകയാണ്. we are moving away the things that causes beauty.
കണ്ണട വച്ചാൽ പ്രയോജനമുണ്ട്, There is a help if we keep the glass. വാച്ച് കെട്ടിയാൽ പ്രയോജനമുണ്ട്, സമയം നോക്കാം. If we put a watch in our ബെൽറ്റ് കെട്ടുന്നത് പാൻറ് ഊരി പോവാതിരിക്കാൻ. we can look around time, or if we even use പക്ഷെ ഈ ആഭരണം എന്തിനാണ്? but what does the ornaments help? ഇത് ആഡംബരം കാണിക്കാൻ വേണ്ടി തന്നെയാണ്. This just signifies increasing our beauty. ഹൂദായി കാനൂൻ അധ്യായം 17 പറയുന്നു, In Hudai Canyon chapter 17, സ്നാനത്തിന് വെള്ളത്തിലിറങ്ങുമ്പോൾ ആഭരണങ്ങൾ ഊരി കരയിൽ വെക്കേണ്ടതാകുന്നു. it mentioned that you have to remove your ornaments and move it in the land. ഇത് ബൈബിളിനകത്തും കർശന ഉപദേശങ്ങളാണ്. This is a strong teaching from the word. പുതിയ നിയമത്തിൽ ഇത് ധരിക്കരുത് എന്ന് കൽപ്പന കിടപ്പാണ്. പുതിയ നിയമത്തിൽ എന്റെ ബൈബിളിലുണ്ട്. In the word of God, it's mentioned that you don't want to wear that. In the New Testament. അതിനെക്കുറിച്ച് വിശദമായിട്ട് അറിയണമെങ്കിൽ പേഴ്സണലെ കാണുക. ഇപ്പം ആ ക്ലാസ് എടുത്താൽ 1.5 മണിക്കൂർ വേണ്ടി വരും. I don't want to go into that deeply right now, but if you want to talk about that, I'm happy to walk through that personally. And യാക്കോബ് തൃതീയൻ പാത്രിയാർക്കിസ് ബാബ എഴുതിയ സ്നാനത്തിന്റെ പഠനം എന്നൊരു പുസ്തകമുണ്ട്. there is a priest called Jacob Prathi, the priest that wrote about the study about water baptism. അതിൽ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്, In that it is written, വചന തെളിവില്ലാത്ത anything that is not have a proof of word, പാരമ്പര്യത്തിൽ അധിഷ്ഠിതമായ which is just looking on to the ancestral, മാനുഷിക മതത്തിന്റെ it's a human thought. പഠിപ്പിക്കലാണ് ശിശുസ്നാനവും തളപ്പ് സ്നാനവും. It is mentioned that it is the sprinkling water baptism for the babies. It's a study of a traditional value. ഹല്ലേലൂയ. Hallelujah. സ്നാനപ്പെട്ടവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. I thank God whoever has taken water baptism. സന്തോഷമല്ലേ സ്നാനത്തിന്റെ ക്ലാസ് കേട്ടപ്പം? Amen. How many of you are happy when you heard about the class about water baptism? യേശു മണവാളൻ മധ്യാകാശത്ത് വരുന്നത് മണവാട്ടി സഭയെ ചേർക്കാൻ വേണ്ടിയാ. Jesus Christ is coming on the clouds to gather the bride. ഞാൻ ചോദിക്കട്ടെ, Let me ask, ഒരു പെങ്കൊച്ചനെ കാണാനായിട്ട് ഒരു പയ്യൻ പോവാ. when a man is going to see a girl, ബ്രോക്കർ പറഞ്ഞു നല്ല കിളി പോലത്തെ പെണ്ണാണെന്ന് പറഞ്ഞു. amen, the people who knew the girl said that she is very beautiful. അവൻ ചോദിച്ചു ചുണ്ടുണ്ടോന്ന് ചോദിച്ചു, കാരണം കിളി പോലത്തെ എന്നല്ലേ പറഞ്ഞത്. Because since the people were telling that she's very beautiful, the man was asking, hey, is he like a bird? $1 million പിന്നെ സ്വത്തുണ്ടെന്ന് പറഞ്ഞു. He was getting information that she is very rich. വലിയ ബെൻസ് കാറാണ് കൊടുക്കുന്നത്. There is a lot of financial wealth in their family. They're giving like they have a Benz and all. അവള് സുന്ദരിയായ ഡോക്ടറാണ്. She's a very beautiful physician. അവൻ ചോദിച്ചു എന്റെ കൂടെ അയക്കുമെന്നാണ് സംശയം. The man is afraid that is that a good match for me. ബ്രോക്കർ പറഞ്ഞു The person who arranged, ഇതെല്ലാം ഉണ്ടെങ്കിലും even though they have everything, all ഒരു ചെറിയ പ്രശ്നമുണ്ട്. there is one small issue. അവള് കുളിക്കൂല. She doesn't want to take shower. കുളിക്കാത്ത പെണ്ണിനെ ആരെങ്കിലും കല്യാണം കഴിക്കുവോ? Nobody want to marry a person who does not shower. ഞാനാണെങ്കിൽ അവനെ ചവിട്ടി തള്ളി ഇട്ടിട്ട് നീ പോയി കെട്ടറാന്ന് പറഞ്ഞത്. If pastor was mentioning it was I won't be agreeing for that. യേശു മധ്യാകാശത്ത് വരുന്നത് Amen. The Lord Jesus Christ is coming on the clouds. പാപം കഴുകിക്കളഞ്ഞ സ്നാനത്താൽ കുളിച്ച മണവാട്ടി ചേർക്കാൻ വേണ്ടിയാണ്. Amen. Jesus Christ is coming to get everybody, the bride that who has washed your sins away with the blood of Jesus Christ, and He's coming to take them. സ്നാനപ്പെടാത്തവർ ഇന്ന് തീരുമാനമെടുത്തിന് ഇവിടുന്ന് പോകാവൂ. Amen. If you have not taken water baptism, let us surrender our heart to Jesus. നിങ്ങൾക്ക് ലഭിക്കുന്ന ഏറ്റവും അടുത്ത സമയത്ത്, Amen. As soon as you get the time, നിങ്ങളായിരിക്കുന്ന സഭയിലെ അഭിഷക്തനോട് പറഞ്ഞിട്ട് the church that you attend, or speak to the pastor in that church, നിങ്ങൾ സ്നാനപ്പെട്ടിരിക്കണം. then get water baptized. ഹല്ലേലൂയ. Hallelujah. അപ്പം ഫെയ്ത്ത് നമ്പർ 1 ഫെയ്ത്ത് ഓഫ് സാൽവേഷൻ. Faith number 1, faith of salvation. അത് പറഞ്ഞപ്പോൾ 1 മണിക്കൂർ പോയി. As I spoke that, it's almost 1 hour. ഫെയ്ത്ത് നമ്പർ 2 Faith number 2, ഫെയ്ത്ത് ഓഫ് ലൈഫ്, ജീവിക്കാനുള്ള വിശ്വാസം. faith of life. റോമാലേഖനം 1:17 Romer chapter 1 verse 17. അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്, നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. Amen. Amen. The righteous will live by faith. ഹബക്കൂക്ക് 2:4 ആ വാക്യം കാണാൻ പറ്റും. In Habakkuk chapter 2 verse 4 it is written. അപ്പൊ ജീവിക്കാനുള്ള വിശ്വാസം. Amen. To the faith to live. വിശ്വാസത്താൽ ജീവിക്കുന്നവനെ നീതിമാൻ എന്ന് പറഞ്ഞിരിക്കുക.
There it is mentioned that a person who lives by faith is called righteous. ആരാണ് നീതിമാൻ? Who is righteous? യേശു രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവര്. Amen. Everyone who has been saved by the blood of Jesus അവനെ Christ. കുറിച്ച് ദാവീദ് സങ്കീർത്തനം എഴുതുമ്പോൾ When David was writing the Psalms about Jesus, 92 സങ്കീർത്തനം 12 വാക്യം പറയുന്നു, Psalms chapter 92 verse 12 says, നീതിമാൻ പന പോലെ തഴയ്ക്കും. a righteous man will grow like a Lebanon tree. പന വളരുന്നത് മരുഭൂമിയിലാണ്. And the palm tree grows in desert. പനയെ കണ്ടിട്ടുണ്ടോ? Have anybody seen palm tree? കണ്ടിട്ടുണ്ട്. Many ഞാൻ people പല have. മരുഭൂമികളിൽ യാത്ര ചെയ്തിട്ടുള്ള ഒരു മനുഷ്യനാണ്. I have traveled in a lot of deserts. ഈ പനയും തെങ്ങും ഒരേ വർഗത്തിൽപ്പെട്ട വൃക്ഷങ്ങളാണ്. Palm tree and coconut tree are almost in the similar category. തെങ്ങിൽ കല്ലെറിഞ്ഞാൽ നമുക്ക് തേങ്ങ തലയിടാൻ പറ്റും. If we throw a stone at a coconut tree, we can get a coconut fruit. ഈ തെങ്ങിന്റെ പേര് വെച്ചാണ് ഞങ്ങൾ കേരളം എന്ന് വരുന്നത്. ഞങ്ങളുടെ സ്റ്റേറ്റ് ഇന്ത്യയിൽ കേരളം, കേര. The place that I'm coming from is called Kerala. It's basically the local name for coconut is Kera. അവര് പറയുന്നു കേരളത്തിൽ മാത്രമല്ല ആന്ധ്രയിലും തെങ്ങുണ്ട്. I mean, the family who are from Andhra can testify that also in Andhra Pradesh there is. ഈ അമേരിക്കയിൽ ചില സ്ഥലത്ത് തെങ്ങുകളുണ്ട്. There could be coconut trees even here. അപ്പം കല്ലെറിഞ്ഞാൽ തേങ്ങ തലയിടാൻ പറ്റും. If we throw the stone at the coconut tree, we can get coconut. പക്ഷെ കല്ലെറിഞ്ഞാൽ പനങ്ങ തലയിടാൻ പറ്റില്ല. But if you throw a stone at a palm tree, you cannot get a palm. ഇതാണ് തെങ്ങും പനയും തമ്മിലുള്ള വ്യത്യാസം. That is the big difference between a നമ്മൾ coconut. പണ്ട് ജാതികളായിരുന്നു. We were sinners earlier. നമ്മൾ പണ്ട് തെങ്ങുകളായിരുന്നു. We were like coconut trees before. അന്ന് ശത്രു കല്ലെറിഞ്ഞു പലതിനെയും നശിപ്പിച്ചു. That time Satan threw the stone and destroyed a lot of people. ഇപ്പൊ എറിയുന്ന കല്ല് തിരിച്ച് എറിഞ്ഞവന്റെ നെഞ്ചത്ത് പോവുക. Now when the Satan tried to throw the stone, it goes back to the person who threw it. ഹല്ലേലൂയ. Amen. ഇന്ന് പകൽ മരുഭൂമിക്കകത്ത് ദൈവം വളർത്തിയ പനകളാണ് ഇവിടെ ഇരിക്കുന്നവര്. Amen. Everyone who is seated here, God has placed you as a palm tree in the desert. നീ പറയണം, ഞാൻ തെങ്ങല്ല, ഞാൻ പനയാണ്, ദൈവം എന്നെ വളർത്തിയതാണ്. You should tell that God made me grow. I'm not a coconut tree. I'm a palm tree. ആർക്കും എന്നെ കല്ലെറിഞ്ഞ് തലയിടാൻ പറ്റില്ല. Nobody can throw stones at me that I can fall. എറിയുന്നവന്റെ നെഞ്ചത്തെ കല്ല് തിരിച്ചു പോകും. God, whoever is throwing the stones at me, it is going to go back, rebound back. അബ്രഹാമും ലോത്തും ഒരുമിച്ചിറങ്ങി. Abraham and Lot started the journey together. ലോത്ത് സമ്പത്തിന്റെ പുറകെ പോയപ്പോൾ Lot, when he went behind the material blessings, അബ്രഹാമിന് കിട്ടിയത് മരുഭൂമിയാണ്. Abraham got a desert. മരുഭൂമിയാണ്. Desert. പക്ഷേ Abraham ആ got a desert. മരുഭൂമി ഉൽപ്പത്തി 15-ാം അധ്യായത്തിൽ അബ്രഹാമിന് കിട്ടിയെങ്കിൽ And when we look into Genesis chapter 15, he got that desert. 18-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ When we move forward and comes into ഒന്നാം chapter വാക്യം 18, പറയുന്നത് what does the chapter 18 അബ്രഹാം verse 1 say? മമ്രയുടെ തോപ്പിൽ കൂടാരവാതിൽക്കൽ ഇരിക്കുകയായിരുന്നു. He was by the tree of Mamre and sitting in the മമ്രയുടെ tent തോപ്പ് door. എന്ന് പറഞ്ഞ ഒരു ഗാർഡൻ ആയിരുന്നു. It was a garden. എങ്ങനെ ഉണ്ടായി മമ്രയുടെ തോപ്പ്? How did that garden happen? എങ്ങനെ ഉണ്ടായി കൂടാരം? How did the tent happen? അബ്രഹാം പറയുന്നു, മരുഭൂമിക്കകത്ത് ദൈവം എനിക്ക് മമ്രയുടെ തോപ്പ് ഒരുക്കി തന്നു. Abraham can say that even in the desert, God provided me the garden. ഇവിടെ ഇരിക്കുന്ന നമ്മളൊക്കെ മരുഭൂമിയിലൂടെ വന്നവരല്ലേ? Everyone who is seated here, we all came through desert. കണ്ണുനീരിലൂടെ വന്നവരല്ലേ? We came through tears. നമുക്ക് വേണ്ടി ദൈവം ഒരുക്കിയ പൂന്തോട്ടങ്ങളല്ലേ നമുക്ക് നൽകിയ നന്മകൾ? God gave us the gardens in our life. എന്തെങ്കിലും യോഗ്യത ഉണ്ടായിരുന്നോ എനിക്കും നിങ്ങൾക്കും ഇതൊക്കെ അനുഭവിക്കാൻ? Was there any kind of കൃപയാൽ ദൈവം നമ്മെ മരുഭൂമിക്കകത്ത് വളർത്തി. God brought us by grace in the desert and made us a garden. ഇനിയും നിങ്ങളെ വളർത്താൻ മരുഭൂമിക്കകത്ത് ഒരു ദൈവമുണ്ട്. God is there even in the desert to raise you up. ശബരമനഗഡഗസിയ. മരുഭൂമിക്കകത്ത് മമ്രയുടെ തോപ്പ് ഒരുക്കുന്ന ഒരു ദൈവം. God is able to build the garden in the desert. വഴിയെ പോകുന്നവർക്കെല്ലാം ഭക്ഷണം കൊടുക്കാൻ പറ്റിയ വീടായി അബ്രഹാമിന്റെ വീട് മാറി. Abraham's house was able to become a house to have hospitality to people around. നീ അനേകരിലൂടെ സഹായിക്കപ്പെട്ട വ്യക്തിയായിരിക്കാം, പക്ഷെ നീ അനേകരെ സഹായിക്കാൻ പോകുകയാണ്. You could be a person who have helped a lot of people, but you are going to be a person helped by a lot of people, but today you're going to help a lot of people. ഞാൻ പനയോട് മരുഭൂമികൾ വെച്ച് ചോദിച്ചിട്ടുണ്ട്, പനയെ നിനക്ക് ആരാണ് വെള്ളവും വളവും തരുന്നത്? I was thinking when I was in the desert, who gives you water, palm tree to grow? പന പറയുന്ന മറുപടി, ഒരുത്തന്റെ സപ്പോർട്ടിലെങ്കിലും ഞാൻ വളരും, മരുഭൂമിയാണ് എനിക്കിഷ്ടം.
palm tree can say that even though there is no support by anybody, I can grow in the desert. നീതിമാൻ പന പോലെ തഴയ്ക്കും. Righteous man is going to grow like a palm tree. രാവിലെ ചില കണ്ണുകൾ നിറയുന്നു വചനം കേൾക്കുമ്പോൾ. Amen. Let us believe and pray that this morning many eyes will be filled as you hear the word of God. മരുഭൂമി അനുഭവിച്ചവർക്ക് അതിന്റെ ഭീകരത അറിയാൻ പറ്റുകയുള്ളൂ. If you have seen the desert life in your life, you know how much difficulty it is. തവനഗസി മരുഭൂപ്രയാണത്തിൽ ചാരിടുവാൻ ഒരു നല്ല നായകൻ നിനക്കിൽ. അറിയാവുന്ന മലയാളികൾ ചേർന്ന് പാടാം. കരുതും നിനക്കവൻ വേണ്ടതെല്ലാം, തളരാതെ യാത്ര തുടർന്നിടുക, അഴലേറും ജീവിത മരുവിൽ നീ തളരുകയോ ഇനി സഹജേ, അഴലേറും ജീവിത മരുവിൽ നീ തളരുകയോ. ദൈവത്തിന്റെ ആത്മാവ് പ്രിയ മകനോട് കുടുംബത്തോട് സംസാരിക്കുന്നു. God wanted to speak to you, my dear brother. മരുഭൂമിക്കകത്ത് അബ്രഹാമിനെ വളർത്തിയതുപോലെ ദൈവം വളർത്തിയ ഒരു കുടുംബമാണ്. God helps to raise your family like a garden in the desert. ഹതുരമനഗഡഗസി. പ്രതീക്ഷിക്കാത്ത കൊടുങ്കാറ്റുകൾ ജീവിതത്തിനകത്ത് ആഞ്ഞടിച്ചു. There has been a lot of storms that you did not expect in your life that came into your ഒരു life. വാഗ്ദത്ത നന്മ ജീവിതത്തിൽ പ്രാപിക്കുവാൻ കഴിയാതെ There has been a time that you are not able to receive the promise. അബ്രഹാം ചോദിച്ചു, കർത്താവേ, ഞാൻ മക്കളില്ലാതിരിക്കുന്നുവല്ലോ, അങ്ങ് എനിക്ക് എന്ത് തരും? Abraham asked God, Lord, I am without child. What are you going to give me? എന്റെ ദാസിയുടെ മകൻ അവകാശിയാകും. God said that your child will be, Abraham was thinking that it was going to be my servant's child who is going to be having the heritage. അല്പകാലം കഴിഞ്ഞപ്പോൾ അവൻ തന്റെ ഉദരത്തിൽ നിന്ന് അനുഗ്രഹിക്കപ്പെട്ട തലമുറയെ പുറത്തു കൊടുത്തു, ദൈവം കരങ്ങളിൽ കൊടുത്തു. After a certain time, God gave a child from Abraham's wife. അതുകൊണ്ട് ദൈവാത്മാവ് ഇന്ന് പകൽ ഓർപ്പിക്കുന്നത്, This morning God wants to speak. ഞാൻ നിന്ദകളെ മാറ്റുന്ന ദൈവമാണ്. I am able to remove all the pain. പുറമേ സന്തോഷിക്കുന്നെങ്കിൽ ഒത്തിരി വേദന ഉള്ളിനകത്തുണ്ടെന്ന് ദൈവാത്മാവ് ഇടപെടുകയാണ്. God is telling that even though you are happy outside, there is a lot of sadness inside. പൈശാചിക പാരമ്പര്യത്തിൽ നിന്നാണ് ദൈവം നിങ്ങളെ വേർതിരിച്ചത്. God has set you apart from satanic bondages. ഈ വിശ്വാസ അനുഭവത്തിൽ വരുമെന്ന് വിചാരിച്ചവരല്ല നിങ്ങളുടെ ഫാമിലി. Your family did not expect you will come to faith. എങ്ങനെയെങ്കിലും തകരുന്നത് കാണുവാൻ നോക്കിയിരിക്കുന്ന ഒരു കൂട്ടം ജനം. There is a lot of people who is just looking to see the destruction of your life. ജോലിക്ക് പോകുന്നു, വരുന്നു എന്നുള്ളതേ ഉള്ളൂ. You go to work, you come back. ജീവിതത്തിൽ സന്തോഷമില്ലാത്ത അനുഭവങ്ങൾ പരിശുദ്ധാത്മാവ് ഇടപെടുകയാണ്. The Holy Spirit is showing that you have situations in your life that is not joyful. ഞാൻ നിന്നെ നിന്റെ കുടുംബത്തെ അനുഗ്രഹിക്കും. God is going to bless you and your family. ഞാൻ വർദ്ധിപ്പിക്കും. I will bless you, multiply you. ആർക്കും നിന്നെ തകർക്കാൻ കഴിയുകയില്ല. Nobody can destroy you. നിരാശകളെ നിന്നെ എടുത്തു മാറ്റും. I will take away all the pain. ഭയപ്പെടരുതെന്ന് ദൈവാത്മാവ് ഇടപെടുകയാണ്. God is telling that do not be afraid. പലപ്പോഴും വന്ന് ഉള്ളു തുറന്ന് കരയുവാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. There is many times you wanted to open your eyes and open out and cry. നിന്നെ കണ്ടാൽ ഒരു മനുഷ്യൻ അങ്ങനെ പറയില്ല. Nobody will say like that when they see you. പക്ഷെ ഹൃദയത്തിന്റെ ഉള്ളറങ്ങുന്ന പരിശുദ്ധാത്മ പറയുന്നു, ഇവിടെ കൊണ്ടുവന്നത് ദൈവമാണ്. But the Lord Jesus Christ, the Holy Spirit who sees your heart, says that is God. ഞാൻ നിന്റെ കുടുംബത്തെ വർദ്ധിപ്പിക്കും കേട്ടോ. God is going to multiply your family. ഭാരപ്പെടുന്ന ദൈവാത്മാവ് ഇടപെടുകയാണ്. Amen. God is telling that I'm going to take away your burden. പലപ്പോഴും ജീവിതത്തെ തകർക്കുവാൻ പിശാചി കൊടുങ്കാറ്റ് അടുപ്പിക്കുക. Many times Satan brings the storm to destroy the family. ഞങ്ങൾ എന്ത് പാപം ചെയ്തിട്ടാണ് കർത്താവ് എങ്ങനെ അനുഭവിക്കുന്നത് എന്ന് ചോദിച്ച അനുഭവങ്ങളുണ്ട്. There are situations in your life you will be asking, what is that sin that I did? ഞാൻ കണ്ണുനീർ തുടയ്ക്കുന്ന ദൈവമാകുന്നു എന്ന് അബ്രഹാമിന്റെ ദൈവം സംസാരിക്കുന്നു. Abraham, God is telling that he is able to wipe away all your tears. ഒന്നുകൊണ്ട് ഭയപ്പെടരുത്. Do not be afraid. ഒരു അത്ഭുതം നിന്റെ കുടുംബം നടക്കാൻ പോവാ. God is going to do a miracle in your family. സഭ ഒരുമിച്ച് ഫാമിലിക്ക് വേണ്ടി പ്രാർത്ഥിച്ചാട്ടെ. As a church, let us pray for the family. എനിക്ക് ഇവരെ അറിയില്ല.
I don't know them. വിടുതലിന് വേണ്ടി സമാധാനത്തിന് വേണ്ടി ഒരുപാട് പ്രാർത്ഥിച്ചവരാണ്. They have been praying for a deliverance and a peace in their family. അബ്രഹാമിന്റെ ദൈവം ഇവിടെ വീട്ടിനകത്ത് ഇറങ്ങുകയാണെന്ന് പകലിൽ. I mean, this morning the God of Abraham is going into their family. ഇവിടെ രഹസ്യ പരസ്യ വിഷയങ്ങളിൽ ദൈവത്തിന്റെ കരം ചലിക്കുകയാണെന്ന് പകലിൽ. God is going to move in every situation, every circumstances of their life. യേശുവിന്റെ നാമത്തിൽ ഇവിടെ കണ്ണുനീരുകൾ കർത്താവ് ഏറ്റെടുക്കുകയാണ്. In the name of Jesus Christ, God is taking their tears into His hands. ഇതുവരെ സ്ഥിതിയെ ദൈവം മാറ്റുകയാണ്. God is going to transform their life ഒരു situation. പുതിയ വഴി തുറക്കുകയാണ്. God is opening a new door in your life. ശത്രു അടച്ചു വച്ചതിനെ ദൈവം ഓപ്പൺ ചെയ്യുകയാണ്. Amen. God is going to open the doors to Satan closed. ശത്രു ബന്ധിച്ച അവയവങ്ങൾക്കകത്ത് അത്ഭുതം ദൈവം ചെയ്യാൻ പോകുകയാണ്. God is going to do a miracle in every cell of your body. സഭ ഒരുമിച്ച് ഫാമിലിക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. As a church, everybody pray together. ദൈവാത്മാവ് വ്യക്തമായി പറയുന്നു. And the Holy Spirit is speaking. വലിയ വിടുതലുകൾ നിങ്ങളുടെ ഭവനത്തിൽ കാണാൻ പോകുകയാണ്. It's going to be a big deliverance in your family. നാളുകളിൽ കാത്തിരുന്ന നിങ്ങളുടെ വിഷയത്തിന് മറുപടി വെളിപ്പെടാൻ പോവുക. The times that you were praying for a lot of things. യേശുവിന്റെ നാമത്തിൽ ഈ കുടുംബത്തെ അനുഗ്രഹിക്കുന്നു. Amen. In Jesus' name, I bless the എല്ലാ family. വിഗ്രഹാരാധന ശക്തികളെയും ശാസിക്കുന്നു. Amen. I cancel out all the idol worshipping powers. പാരമ്പര്യ ശക്തിയെ ശാസിക്കുന്നു. Amen. I cancel out all the traditional. വലിയ ഡെലിവറൻസുകൾ അവിടെ കുടുംബത്തിൽ വെളിപ്പെടാൻ പോകുകയാണ്. Let there be big deliverance. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ജയം കൽപ്പിക്കുകയാണ്. In the name of Jesus Christ, I declare victory. എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. My righteous man will live by faith. ആർക്കും ഒരു ദോഷവും ചെയ്തവനല്ല നീ. Amen. You did not do any wrong to anybody. മറ്റുള്ളവരുടെ ഉയർച്ചയിൽ സന്തോഷിക്കുന്നവരാണ് നീ. You always are happy about the people being lifted up. അനേകരുടെ കണ്ണുനീര് തുടച്ചവനാണ് നീ. You have wiped away a lot of tears from ദൈവം അത് people's eyes. മറന്നു കളഞ്ഞിട്ടില്ല മകനെ. God has not forgotten that. ഞാൻ നിന്നെ മാനിക്കും. I will bless you. നീ ഭാരപ്പെടേണ്ടത്. Do not be afraid. ലോകത്തിന് ചികിത്സകൾക്ക് ചെയ്യാൻ കഴിയാത്തത് ഞാൻ നിനക്ക് വേണ്ടി ചെയ്യും. Amen. The science cannot do. God is able to do it. എന്റെ അത്ഭുത കരങ്ങൾ താണിരിക്കുവാൻ ആത്മാവ് ഇടപെടുകയാണ്. Amen. God is telling humble under the mighty hands of God and He will deliver. ഓ ശരബലബ ശംഭലരബസിയാന. എത്ര പേർ ഇന്ന് രാവിലെ സന്തോഷത്തോടെ ഇരിക്കുന്നു? How many of you are happy this morning? ഹല്ലേലൂയ. മരുഭൂമിക്കകത്ത് നമ്മെ വളർത്തുന്ന ഒരു അബ്രഹാമിന്റെ ദൈവം ഇന്ന് പകൽ ഇവിടെ വന്നിട്ടുണ്ട്. God who is able to make garden in the desert is among us. നിങ്ങളുടെ ജീവിതത്തിലെ സകല രഹസ്യവും പരസ്യവും കർത്താവിന് അറിയാം. God knows every secrets and everything that happens in your life. ഹല്ലേലൂയ. Hallelujah. മൂന്നാമത്തെ വിശ്വാസം. Third faith. ആമേൻ. ഫെയ്ത്ത് ഓഫ് പ്രയർ, പ്രാർത്ഥനയുടെ വിശ്വാസം. Faith of prayer is the third faith. ഫെയ്ത്ത് നമ്പർ 1 പറയാമോ? Can you tell faith number 1? ഉറക്കം വരുന്ന ഒരു സ്തോത്രം പറ. ഹല്ലേലൂയ. ഇംഗ്ലീഷിൽ പറ. Whoever is sleep, if you are feeling sleepy, you can praise God. ഫെയ്ത്ത് നമ്പർ 3, ഫെയ്ത്ത് നമ്പർ 1 പറയാമോ? ഒന്നാമത്തെ വിശ്വാസം പറയാമോ? Are you able to tell faith number 1? രക്ഷയുടെ വിശ്വാസം. യെസ്, Faith of salvation. നമ്പർ 2 Number 2, ഫെയ്ത്ത് ഓഫ് ലൈഫ്. ഓക്കേ, faith of life. ഉണ്ടോ? മറക്കത്തില്ല. നമ്പർ 3 ഫെയ്ത്ത് ഓഫ് പ്രയർ, പ്രാർത്ഥനയുടെ വിശ്വാസം. Number 3 is the faith of prayer. യാക്കോബിന്റെ ലേഖനം 5:15 വായിക്കുന്നു. James chapter 5 verse 1. James chapter 5 verse 15. verse 15. ആമേൻ. വിശ്വാസത്തോടുകൂടിയ പ്രാർത്ഥന ദീനക്കാരനെ സൗഖ്യമാക്കും. I mean, prayer by faith is able to heal the sick. ഒരു ആത്മീകന്റെ പ്രാണവായുവാണ് പ്രാർത്ഥന. A righteous man, like his breath is the prayer. പ്രാർത്ഥനയ്ക്ക് 3 തരത്തിലാണ് മറുപടി. There are 3 ways God gives answers to a prayer. ഒന്ന്, First one, സഡൻലി ആൻസർ. sudden answers. 2 ഡിലേ ആൻസർ. Second one is delay answers. 3 നോ ആൻസർ. Third one is no answer. എനിക്കിത് 3 വിവരിക്കാൻ സമയമില്ല. I don't have time to expand on ഇന്നലെ ഞാൻ it. സൂചിപ്പിച്ചിരുന്നു. Yesterday I talked about it. പെട്ടെന്ന് ഉണ്ടാകുന്ന മറുപടി, The answers that we get all of a sudden. വൈകി വരുന്ന മറുപടി, There is answer that we get delayed. രണ്ടുപേരും കൂടെ ഉറങ്ങരുതേ. ഓക്കെ, നോ പ്രോബ്ലം. പ്രാർത്ഥിച്ചതാ.
praying for you. ഞാൻ ഒരുപാട് സെമിനാറുകളിൽ ക്ലാസ് എടുക്കുന്ന ഒരാളാ. I take classes in a lot of seminars. ഞാൻ എല്ലാവരുടെ മുഖത്ത് നോക്കിയാണ് സംസാരിക്കുന്നത്. I like to look into people's face and talk. ചിലരും പ്രസംഗം കേട്ടിട്ടുണ്ടോ, നിന്നെ കൊല്ലും ഞാനും ചാവുമെന്നും പറഞ്ഞ് നൂറെ നിൽക്കും, കണ്ണുറക്കുമ്പോൾ ആൾക്കാർ ഉറങ്ങിയിരുന്ന വീട്ടിൽ പോകും. Many times, like people preach with very powerful attitude, but almost Amen. closed eyes. But ഞാൻ വന്നപ്പോൾ മുതൽ ഇദ്ദേഹം എന്റെ കൂടെ ഉണ്ട് ഫാമിലി ആയിട്ട്. the time that I came, he is with me as a family. നല്ല ശ്രദ്ധിക്കുന്ന ഒരാളാ. He listens very well. ഇടയ്ക്ക് ഉറങ്ങുന്നേ ഉള്ളൂ. Sometimes just feels sleepy. ഓക്കെ, എന്ത് പറഞ്ഞാലും കേക്ക് പാവം. He will listen very patiently. Praise the Lord. Praise God. ശ്രദ്ധിച്ചേ. Listen. അപ്പം പെട്ടെന്ന് വരുമെന്ന് ഉണ്ടാകുന്ന മറുപടി, The response that you get all of a sudden. രണ്ട് വൈകി വരുന്ന മറുപടി. Second thing that the response that comes delayed. 3 നോ എന്ന മറുപടി. Third response is no response. എന്താണെങ്കിലും ദൈവത്തിന് മഹത്വമാണ്. Whatever the answer will be, we give glory to God. എന്റെ വൈഫിന്റെ ക്യാൻസർ മാറിയത് പെട്ടെന്നുണ്ടായ മറുപടിയാ. Pastor's wife cancer got healed because it was a sudden answer prayer. നിങ്ങൾ ചിലർക്ക് അങ്ങനെ പെട്ടെന്ന് മറുപടി കിട്ടിയിട്ടില്ലേ? In your life also there could be situation you prayed and you got answer all of a sudden. കിട്ടിയിട്ടില്ലേ? How many of you have received all of a sudden എന്നാൽ answers? മറുപടി കിട്ടാത്ത വിഷയങ്ങളില്ലേ? But ഇല്ലെങ്കിലേ there are situations or prayer requests that you have not received prayer. മറുപടി കിട്ടാത്ത വിഷയമില്ലേ? ഇല്ലേ സിസ്റ്ററെ? The prayer that you have not yet got the answer. തലേന്ന് തുണി പോയിട്ട് 1 മാസമായി. അപ്പം പെട്ടെന്ന് കിട്ടിയില്ലെങ്കിലും വെയിറ്റ് ചെയ്യേണ്ടി വന്നാലും അതിന്റെ മഹത്വം വലുതായിരിക്കുമെന്ന് ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിച്ച് കാത്തിരിക്കണം. I mean, even though you did not get the answer right now, believe in faith that you're going to receive it and patiently wait. മോള് എന്നെ ശ്രദ്ധിക്കുന്നുണ്ടോ? കൗണ്ടറിൽ, കമ്പ്യൂട്ടർ കൗണ്ടറിൽ Whoever is in the laptop, are you listening to me? എന്നെ ശ്രദ്ധിക്കുന്നുണ്ടോ? Are you listening to me? ഓക്കെ. അപ്പം വൈകി വരുന്ന മറുപടി. There are response that you get delayed. ലാസറിന്റെ വീട്ടിൽ വിഷയം നാറ്റം വച്ചപ്പോൾ വൈകിയാണ് കർത്താവ് വന്നത്. Jesus came to Lazarus' house. The situation came so bad there that he was dead and he was decaying. അത് വലിയ മഹത്വത്തിന് കാരണമായിട്ട് മാറി. And what did happen? The answer came and it became for a big glory for God. മറിയയുടെ ഗർഭപാത്രം ദൈവത്തിന് വാടകയ്ക്ക് കൊടുത്തു. God, Mary's womb was given to God. നാട്ടുകാർ പറഞ്ഞു മറിയ വേശ്യാസ്ത്രീയാ. All the allegation Mary must have faced was like she went out of the marriage. അപ്പനില്ലാത്ത സന്തതി എന്ന് യേശുവിനെ കളിയാക്കിയ യഹൂദന്മാര്. The Jews started telling that Jesus was born without a father. ഇത് പറ്റി പിശാച് വെളിപ്പെട്ട അല്ല, അപ്പനില്ലാത്ത സന്തതി എന്ന് പറഞ്ഞ് കളിയാക്കി. Jews started making fun of Jesus that you don't have a father. മറിയ പ്രാർത്ഥിച്ചു, പിതാവേ, ഈ കുഞ്ഞിന്റെ ഉത്തരവാദി ഇവിടുത്തെ പുരുഷന്മാരല്ല, അവിടെ നിന്നാണ്, അങ്ങ് സത്യം തെളിയിക്കണം. Mary started praying that the child that is Mary is carrying is not anybody human, it is from God. And Mary prayed that God, you have to prove. ദൈവം മിണ്ടിയില്ല. God did not give an answer. 30 വർഷം വെയിറ്റ് ചെയ്തു. 30 years. 30ാമത്തെ വർഷമായപ്പോ, On the 30th year, യേശു വെള്ളത്തിൽ ഇറങ്ങിയപ്പോ, when Jesus stepped down into the water, സ്വർഗം പറഞ്ഞു, ഇവൻ എന്റെ പ്രിയപുത്രൻ. the law heaven said, this is my ചില beloved son. വിഷയത്തിന് കാത്തിരിക്കേണ്ടി വരും. There are some things that you have to wait patiently. ചില നിന്ദകൾ കേൾക്കുമ്പോൾ നിങ്ങൾ സത്യം തെളിയിക്കാൻ പോകരുത്. When you hear about some allegations about you, just don't go after to prove it. ചില അപവാദം വരുമ്പോൾ നിങ്ങൾ സത്യം തെളിയിക്കാൻ പോകരുത്. When you hear about allegations, just don't go. You don't want to go to prove it. അല്പം തലകുനിച്ച് നിൽക്കേണ്ടി വന്നാലും മിണ്ടാതിരുന്നാൽ ദൈവം വെളിപ്പെടുത്തും സത്യവും നീതിയും. Even though for a moment you have to be quiet, God is able to bring deliverance. അതുകൊണ്ട് and give answer. നമ്മുടെ ജോലി സ്ഥലങ്ങളിൽ നമ്മെ ഒറ്റപ്പെടുത്തുന്ന ആളുകളുണ്ട്. In the job places, in our workplaces, there are people who try to step over us. കാരണം കൂടാതെ നമ്മളെ വേദനിപ്പിക്കുന്ന ആളുകളുണ്ട്. There are in workplaces people try to hurt us without any reason. നമ്മൾ മൗനമായിരുന്നാൽ ദൈവത്തിന് അത്ഭുതം കാണാൻ പറ്റും. If we stay silently, we will be able to hear or see the miracle of God, hand of ഇനി God. 3 ടൈപ്പ് പ്രാർത്ഥനയുണ്ട്. There are 3 types of prayer.
ഒന്ന് പേഴ്സണൽ വ്യക്തിപരമായ പ്രാർത്ഥന, First one is a personal prayer. രണ്ട് കുടുംബ പ്രാർത്ഥന ഫാമിലി പ്രയർ, Second one is the family prayer. മൂന്ന് മാസ് പ്രയർ സമൂഹ പ്രാർത്ഥന. Third one is like congregational prayer. ഒരു ആത്മികന്റെ പ്രാണവായുവാണ് പ്രാർത്ഥന. A righteous man, a spiritual man's breath is prayer. പണ്ഡിതൻ പറഞ്ഞിരിക്കുന്നത് പ്രാർത്ഥിക്കുന്നവൻ പാപം ചെയ്യുന്നില്ല, പാപം ചെയ്യുന്നവൻ പ്രാർത്ഥിക്കുന്നില്ല. So what is the word of the scholars say that whoever is a prayerful man is not sinning. ഞാനൊക്കെ സമയം കിട്ടുമ്പോഴൊക്കെ മുഴങ്കാലിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന ഒരാളാ. I like to whenever I get time to kneel down and pray. ഇന്ന് രാവിലെ വ്യക്തിപരമായി പ്രാർത്ഥിച്ചിട്ട് വന്ന എത്ര പേരുണ്ട്? How many of you are here that you have had a personal prayer this morning? കൈയൊന്നും ഉയർത്തിപ്പിക്കുന്നില്ല. I'm not asking you to raise your hands. നമ്മൾ ഡ്യൂട്ടിക്ക് ഒരുപാട് സമയം എടുക്കും അല്ലേ? We take a lot of time for our duty. ഉറങ്ങാൻ ഒത്തിരി സമയം എടുക്കും അല്ലേ? We take a lot of time to sleep. ഫുഡ് കഴിക്കാനാണെങ്കിൽ അതിനൊക്കെ സമയം എടുക്കും. We take time to sleep and eat. കുടുംബജീവിതത്തിൽ സന്തോഷിക്കാനും നമ്മൾ സമയം എടുക്കും. We also take time to spend time with the family. പിക്നിക്കാണെങ്കിൽ സമയം നോക്കാതെ നമ്മൾ എടുക്കും. When we go for any picnic or any vacation, പ്രാർത്ഥിക്കാൻ മാത്രം സമയം കിട്ടൂല പലർക്കും. but when we prayer time, we lack a lot. പ്രാർത്ഥന ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വളരാൻ പറ്റില്ല. If you don't have prayer, we cannot grow in Christ. പേഴ്സണൽ പ്രയർ വളരെ അത്യാവശ്യമാണ്. It's personal prayer is a very important thing. ഒരു പാപവും ചെയ്യാത്ത യേശു രാത്രി മുഴുവനും പ്രാർത്ഥിച്ചു. The Jesus who never sinned prayed the whole night. അങ്ങനെയെങ്കിൽ നമ്മൾ എന്ത് പ്രാർത്ഥിക്കണം? If so, how much more we have to pray? ഓരോ ദിവസവും കുറെ സമയം നിങ്ങൾ ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കാൻ തയ്യാറാകുക. Every day in your life, be ready to pray individually before നിങ്ങൾ God. കർത്താവിന്റെ പാദപീഠത്തിന് മുഴങ്കാല് മടക്കുക. Bow down before God. എല്ലപ്പോഴും കാല് മടക്കി ഇരിക്കണമെന്നേ. It is good to once in a while bow down before പാസ്റ്റർ, God. ഈ പ്രായമുള്ള മനുഷ്യൻ നിലത്തിരുന്നാണ് പ്രാർത്ഥിക്കുന്നത്. I've seen the Pastor George, even at this age, he always sit on the floor and pray. കഴിഞ്ഞ ദിവസം ഷിക്കാഗോയിൽ 82 വയസ്സ് പ്രായമുള്ള ഒരു പാസ്റ്റർ കൂടെ ഞാൻ താമസിച്ചു ഒരാഴ്ച. I stayed with a pastor in Chicago. He was 82 years old. മനുഷ്യൻ നിലത്തിരുന്ന് ആത്മാവിൽ നിറഞ്ഞ് ആരാധിക്കുന്ന കാണണം. 82 വയസ്സ് പ്രായം. He is 82 years old and he was sitting on the floor and clapping hands and worshiping Jesus. IPC ഹെബ്രോനിലെ പാസ്റ്റർ. He's a pastor in IPC Hebron Church. ഞാൻ സഭയിൽ ഇത് പരസ്യമായി പറഞ്ഞപ്പോൾ വിശ്വാസി പറയുന്നു, പാസ്റ്റർ വർഷങ്ങൾ കൊണ്ട് അങ്ങനെ തന്നെയാണ് പ്രാർത്ഥിക്കുന്നത്. When pastor said that in the public church, then all the believers said, we know that pastor, he's been praying like that for years. മൊബൈൽ ഫോണൊക്കെ മാറ്റിവെച്ച് ഒറ്റയ്ക്ക് പ്രാർത്ഥന മുറി കയറുക. Amen. Keep your mobile devices away and go into prayer alone. നിങ്ങൾക്ക് വേണ്ടി കർത്താവ് നിങ്ങളുടെ അടുക്കൽ ഇറങ്ങി വരും. God is able to come down for you. ദൈവം നിങ്ങളോട് സംസാരിക്കും. God is able to speak to you. ചിലപ്പോൾ ദൈവ ശബ്ദം ചെവിയിൽ കേൾക്കാം. Amen. You could hear the voice of God in your ears. ചിലപ്പോൾ വചനം എടുത്ത് വായിക്കാൻ പ്രേരണ കിട്ടും. അതിലൂടെ ദൈവം സംസാരിച്ചെന്ന് വരും. Amen. When you will be getting touched by the Holy Spirit to read the word of God, and God will speak to you from that. പ്രാർത്ഥനയുടെ ഫാമിലി കുടുംബ പ്രാർത്ഥന. The next one is the family prayer. ഭാര്യ ഭർത്താവും മക്കളുമായിട്ട് ഒരുമിച്ച് പ്രാർത്ഥന വേണം. You should have a prayer with your ഈ രാജ്യത്തിന്റെ ഏറ്റവും വലിയ പരാജയമാണ് കുടുംബ പ്രാർത്ഥനയില്ല. I mean, I could see that a big failure happening around the world around here is right now. People don't want the family prayer. ഡ്യൂട്ടി എന്ന് പണം ഉണ്ടാക്കാൻ വേണ്ടി മനുഷ്യർ ഇങ്ങനെ മരണവെപ്രാളം ഓടുക. Everybody is so busy in their work and schedule, and everybody is running after money. പണമെല്ലാം ഉണ്ടാക്കി വരുമ്പോൾ മക്കളൊക്കെ നാല് വഴിക്ക് പോയി കാണും. I mean, when that happens, what happens is that when you get all the money, even your children might go away from God. കൃപയിൽ നിൽക്കണോ, നിങ്ങൾ കുടുംബ പ്രാർത്ഥന കൃത്യമായി നടത്തിയിരിക്കണം. If the children want to stay in faith, you need a family prayer. വലിയ ഒരു കൊട്ടാരം ഉണ്ടായിട്ട് കാര്യമൊന്നുമില്ല. There is no use if you only have a big mansion. എനിക്ക് ഒരു മാസം 1 കോടി രൂപയുടെ സാലറി ഉണ്ട് പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല. If you just say that I have $1 million every month coming in. പക്ഷെ സമാധാനമുള്ള ഒരു കുടുംബ പ്രാർത്ഥന ഉള്ള വീട് സ്വർഗ്ഗമാണ്. If you don't have peace, that is not available. But if you have peace and having a family prayer, that is like a heavenly atmosphere. ബൈബിൾ പറയുന്നു, അനേക ദുഷ്ടന്മാർക്കുള്ള സമൃദ്ധിയേക്കാൾ നീതിമാനുള്ള അല്പം ഏറ്റവും നല്ലത്. The word of God says that, the wicked who has lot of things, the peace among the who does not have much is enough. നമുക്ക് സമ്പത്ത് വേണ്ടെന്നല്ല പറഞ്ഞത്. I'm not telling that you don't want material blessing. ദൈവം തരുന്ന നന്മയൊക്കെ പ്രാപിച്ചോണം. You should be able to receive all the material blessing that God is giving in your life. നല്ല വീടുകളിൽ താമസിക്കണം. You can stay in good houses. നല്ല വാഹനങ്ങൾ യാത്ര ചെയ്യണം. You can drive good cars. നിങ്ങൾ അടിപൊളിയായി ജീവിക്കണം. എന്റെ ഭാഷയിൽ പറഞ്ഞാൽ
if I speak from my പക്ഷെ language, ഫാമിലി പ്രയർ കറക്റ്റ് ആയിട്ട് നടക്കണം. if I speak from my language, I will encourage you to live a very happy family life, but prayer life should be there. ഇവിടുത്തെ ഹിന്ദുക്കളുടെ വീടുകളിൽ പൂജാമുറികളുണ്ട്. If I look into the Hindus' houses over here, they have a home temple. നമുക്ക് ബെഡ്റൂം 7 കാണും, പക്ഷെ പ്രാർത്ഥനാ മുറിയുണ്ടോ? We might have a lot of bedrooms, but do you have a prayer room? എത്ര പേരുടെ വീട്ടിൽ പ്രാർത്ഥനാ മുറിയുണ്ട്? How many of us have a prayer room? പാസ്റ്റർ വീട്ടിൽ ആമേൻ നല്ലൊരു പ്രയർ റൂമുണ്ട്. I've seen in the pastor's house there is a prayer room. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ വിളിച്ചിരുത്തി പാട്ടുപാടി പ്രാർത്ഥിക്കണം. You should encourage your children and bring them together and pray with them in the house. അറിയാതെ അമേരിക്കൻ കൾച്ചറിലെ കുഞ്ഞുങ്ങളുമായി നമ്മുടെ പിള്ളേർ ഇടകലർന്നിട്ട് പാപം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. And many times people children learn from the culture and they sin against God. ഏത് പാപം ചെയ്യാനും ഇവിടെ പെർമിഷൻ ഉണ്ട്. In this culture there is permission to do any sin. കുടുംബ പ്രാർത്ഥനയ്ക്ക് ഇരിക്കുമ്പോൾ അന്നത്തെ ദിവസത്തെ കാര്യങ്ങൾ ചർച്ച ചെയ്യുക. When you sit in a family prayer, talk to your children about how was your day. വളരെ ഗൗരവമായ സന്ദേശമാണ് ഞാൻ പറയുന്നത്. I just want to speak this with very very seriousness. കൃത്യമായി ഫാമിലി പ്രയർ നടന്നിരിക്കണം. There should be family prayer every day. നിങ്ങൾ ജയിക്കാൻ പിശാചിന് കഴിയില്ല. Satan won't overcome your life. മൂന്നാമത്തെ പ്രാർത്ഥനയാണ് സമൂഹ പ്രാർത്ഥന, മാസ് പ്രയർ. Third type of prayer is mass prayer or congregational ഇവിടെ prayer. നടന്നുകൊണ്ടിരിക്കുകയാണ്. That is what we are having right now. സഭായോഗങ്ങളിൽ ഒരുമിച്ച് കൂടുക. Come together for congregations. സഭായോഗങ്ങൾ ചർച്ച് മീറ്റിംഗ് ആണെന്ന് വായിക്കുന്നു. സഭയിൽ നടക്കുന്ന എല്ലാ യോഗവും സഭായോഗമാണ്. All the meeting that happen in the church is church meetings. ചിലർ ഞായറാഴ്ച ക്രിസ്ത്യാനികളാണ്. Some believers are only go to church on Sundays. അവർ ഞായറാഴ്ച മാത്രമേ വരൂ. They will only go on Sunday. ചർച്ചിലെ എല്ലാ മീറ്റിംഗും ചർച്ച് മീറ്റിംഗാണ്. All the meetings that is happening in the church is a church. പ്രാർത്ഥിക്കുന്ന ഒരു സഭ, ഒരു 10 ആത്മാക്കളുള്ള ഒരു സഭയിലെ മെമ്പർ ആണെങ്കിൽ വലിയ കാര്യമാണ്. If you are a member of a church who is able to gather together and prayer, you are a blessed. ഞങ്ങളുടെ അവിടെ ഒരു മരണം കഴിഞ്ഞ രാത്രി 1 മണിക്ക് നടന്നു. There was a death happened in my pastor's. ഞാൻ രാവിലെ 6:45 വരെ ലൈവിൽ ആ ഫ്യൂണറൽ സർവീസിൽ പങ്കെടുത്തു. Pastor was able to attend that funeral service until this morning 6:30. ഇവിടെ ചർച്ചിൽ 300-ലധികം വിശ്വാസികളുണ്ട്. There are almost 300 believers in pastor's വളരെ church. പാവങ്ങളാ കേട്ടോ. They are very humble people. കഴിഞ്ഞ ദിവസം ഡാളസിൽ ഒരു അമ്മാമ്മ എന്നോട് ചോദിച്ചു, നിങ്ങളുടെ ചർച്ചിൽ പഠിക്കാൻ നിവർത്തിയില്ലാത്ത പിള്ളേരുണ്ടെന്ന് ചോദിച്ചു. The other day, one auntie from Dallas asked me, "Is there anybody whom I can help in your church?" ഞാൻ ചോദിച്ചു, ഉണ്ടോന്നോ? ഒരു നിവർത്തിയില്ലാത്ത പിള്ളേരുണ്ട്. Pastor was telling that there is a lot of people who have not much. ഒത്തിരി സഹായങ്ങൾ അവർ അയച്ചു കൊടുത്തു. ഞാൻ ഫോൺ നമ്പരും കാര്യങ്ങളൊക്കെ നേരിട്ട് കൊടുത്തു. 2 പിള്ളേരെ അമേരിക്ക കൊണ്ടുവരാൻ വേണ്ടി ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ്. They were able to help a lot of people back in my church, and they are trying to even bring two people. പാവപ്പെട്ടവരാണെന്നേ ഉള്ളൂ ഇവിടെ ആത്മീക പ്രാർത്ഥനയും ആരാധനയും കാണണം. They are only materially poor, but they are rich in their spiritual life. ഭക്ഷണത്തിന് വേണ്ടി ഇപ്പോഴും കരയുന്ന വിശ്വാസികൾ ഞങ്ങളുടെ ചർച്ചിലുണ്ട്. In pastor's church, there are believers who are not even able to get 3 meals in their life. ഒരു ദിവസം ജോലിക്ക് പോയില്ലെങ്കിൽ അന്ന് വീട് പട്ടിണിയാകുന്ന വീടുകൾ ഞങ്ങളുടെ സഭയിലുണ്ട്. There are believers in pastor's church that are not able to feed their family if they didn't go to work. പക്ഷേ അവരുടെ മുഖത്തുള്ള ആത്മീയ സന്തോഷം ഈ രാജ്യത്ത് പലരിലും ഞാൻ കണ്ടില്ല. But I know that there is a great spiritual happiness in their face when I look, but I don't see that whoever is wealthy in this country. 10-15 പേര് വാടക വീട്ടിൽ കിടക്കുന്നു. കൊച്ചു ഷെഡിൽ താമസിക്കുന്നവരുണ്ട്. There are a lot of people, believers in pastor's church that who live in small rental houses. സന്ധ്യയാകുമ്പോൾ ഒരുമിച്ച് കൂടി പാടി ദൈവത്തെ ആരാധിക്കുന്ന ഒരു സന്തോഷം ഭയങ്കരമാണ്. They all come together when the evening happens, during the evening, and worship God together. എന്തൊക്കെ ഉണ്ടെങ്കിലും പ്രാർത്ഥനയില്ലെങ്കിൽ ആ കുടുംബം തകർന്നു പോകും. Even if we have everything, if we don't have a prayer life in our family, the families will be destroyed. അങ്ങനെ ഒരു കുടിലിനകത്തുനിന്നാണ് ദൈവനെ ഉയർത്തിക്കൊണ്ടുവന്നത്. God raised pastor from a small tent like that. എത്ര പേര് തീരുമാനമെടുക്കും ഇന്നു മുതൽ എൻ്റെ ഭവനത്തിൽ കുടുംബ പ്രാർത്ഥന നടന്നിരിക്കും? Do you want to make a commitment in front of God that today onwards I will have a family prayer in my life? ഹല്ലേലൂയ. Hallelujah. അപ്പം വിശ്വാസത്തോടുകൂടിയ പ്രാർത്ഥന ദീനക്കാരനെ സൗഖ്യമാക്കും. Faith by prayer is able to heal a sick person. Faith number 1, faith of salvation. Faith number 1, faith of salvation. Faith number 2. Faith number 2. ഉറങ്ങുന്നവർ പറഞ്ഞാട്ടെ. Whoever is sleeping, tell that. Faith number 2. Faith number 2. Faith of life. ജീവിക്കാനുള്ള വിശ്വാസം. Faith number 3. Faith of 3. Faith of prayer. പ്രാർത്ഥനയുടെ വിശ്വാസം. Faith number 4. Faith of examination. പരീക്ഷയുടെ വിശ്വാസം. Faith number 4
is faith of examination. 1 പത്രോസ് 1:7 പറയുന്നത് First Peter chapter 1 verse 7. അഴിഞ്ഞു പോകുന്ന പൊന്നിനേക്കാൾ നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന വിലയേറിയതാണ്. It's mentioned that the gold that is going to take away, melt away, but if you have testimony that is more precious. മനുഷ്യരാലുള്ള പരീക്ഷ, The testimony, testing that comes from human, പിശാചിനാലുള്ള പരീക്ഷ, testing that comes from Satan, ദൈവത്താലുള്ള പരീക്ഷ. the testing that comes from അത് തന്നെ God. 1 മണിക്കൂറുണ്ടെങ്കിലേ പറയാൻ പറ്റൂ. If I want to expand on that, I need one more hour. പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. If you endure the testing, അവൻ കൊള്ളാകുന്നവനെ യാക്കോബ് 1:12. James chapter 1 verse 12. പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. Whoever is able to endure the testing is blessed. അവൻ കൊള്ളാകുന്നവനെ തെളിയാനാണ് പരീക്ഷ. That is because he want to, see who is ആവർത്തനം ഡ്യൂട്രോണമി ചാപ്റ്റർ 8:8 2 3 പറയുന്നത് Deuteronomy chapter 8 verse 2 and 3. നിന്റെ ഹൃദയത്തിലിരിക്കുന്ന അറിയാനാണ് പരീക്ഷ. Why do we have testing? In order to know your heart. പരീക്ഷയിലൂടെ കടന്നു പോകുമ്പോൾ പിറുപിറുക്കല്ലേ. Do not murmur when you go through testing. ഒത്തിരി പരീക്ഷ അനുഭവിച്ച ഒരാളായി പ്രസംഗിക്കുന്നത്. Pastor has gone through a lot of testings in his life. ഒത്തിരി സഹിക്കാൻ പറ്റാത്ത പരീക്ഷ അനുഭവിച്ച ഒരാളാണ് ഞാൻ. There's a lot of situations in my life that I felt that I cannot bear it anymore. ഇന്ന് നിങ്ങൾ കാണുമ്പോൾ ഞാൻ ചിരിച്ചോണ്ട് പ്രസംഗിക്കുക. This morning I am preaching by smiling in front of you. എന്റെ വേദനയുടെ കാലഘട്ടം ഓർക്കുമ്പോൾ ചിലപ്പോൾ ഞാൻ അറ്റാക്ക് വന്നു പോകും. When I think about the painful things that happened in my life, I could have even had a heart എന്റെ attack. ഈ ഫ്രണ്ടിലെ പല്ലെല്ലാം വൈപ്പ് വല്ലാണ്. All my teeth in front of me, the teeth I have right now is 8 വർഷമായി പല്ല് വെച്ചിട്ട്. implants. It's been almost like 7 or 8 years. ഈ ചുണ്ട് 2 പീസായി അറ്റുപോയ ചുണ്ടാണ്. കാണാം, വെട്ട് കാണാം. I had my lips had a wound and it almost came into 2 pieces. ഇവിടെ ഒരു മുഴ കിടപ്പുണ്ട്, ആക്സിഡന്റ് പറ്റി. ഇതെല്ലാം ആക്സിഡന്റ് പറ്റിയതാ. All this happened. I have a swelling in my left shoulder. All this happened during the accidents. ഞാനും വൈഫും അന്ന് കുഞ്ഞുങ്ങൾ ഉണ്ടായിരുന്നില്ല, താമസിക്കുന്ന 4ാമത്തെ വാടക വീട്. During that time, I didn't have children. I was staying in the rental house, the 4th rental house. രാത്രി 11:45 ഇടിഞ്ഞു വീണു. That house collapsed around like midnight. ഹിന്ദുക്കൾ എങ്ങനെയെങ്കിലും ഞങ്ങൾ ഇവിടെ നിന്ന് ഓട്ടിക്കാൻ വേണ്ടിയിരിക്കും അച്ഛാ. The Hindu people nearby, we were trying to chase us out somehow. ഇന്ന് ദൈവം നല്ല വീട് തന്നു കേട്ടോ. Today God gave a good house. നല്ല വീട്ടിലാ താമസിക്കുന്നത്, കൃപയാൽ. By God's grace, I'm staying in a good house. രാത്രി 11:45 കാറ്റത്തും മഴയത്ത് ഞങ്ങളുടെ ദേഹത്തൂടെ മണ്ണ് പൊടിഞ്ഞു വീണു. During around like midnight, that because of the rain that happened that night, the sand started falling in our body. സഹിക്കാൻ പറ്റാത്ത വേദന അന്ന് രാത്രി ഉണ്ടായി. There was a big pain in my life that night. ഞങ്ങൾ പട്ടിണി കിടന്നിട്ടുള്ള വീടാ വീട്. That house was a house we had to stay very hungry. ഞങ്ങൾ ഒരുപാട് കരഞ്ഞിട്ടുള്ള വീടാ വീട്. We cried a lot that night. ഞങ്ങളെ ദേഹത്തൂടെ മണ്ണ് വീഴുന്ന കണ്ടപ്പോൾ When there was a situation that sand started falling ബെഡ് on സ്വിച്ച് my ഓൺ body. ചെയ്ത് നോക്കിയപ്പോ When we turned on the light, എന്റെ തലയ്ക്ക് മുകളിൽ ഈ ഓടും മേൽക്കൂരെല്ലാം കൂടെ പൊളിഞ്ഞു വന്ന് ഇങ്ങനെ നിൽക്കുകയാണ്. when I turned on the light and checked, the roof was almost about to collapse. ഒരു 5 സെക്കൻഡ് താമസിച്ചെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും മരിക്കുമായിരുന്നു. If it was delayed for 5 seconds, it could have പെട്ടെന്ന് എന്റെ been വൈഫിന്റെ കൈ പിടിച്ച് കയ്യിൽ വലിച്ചു പിടിച്ച് പുറത്തിറങ്ങി. Pastor hold his wife and ran away from that. മേൽക്കൂര മുഴുവൻ വന്ന് തറയിലടിച്ചു. The roof collapsed completely. അതിന്റെ ഒരു ഓട് കഷ്ണം എന്റെ വലത്തെ കാൽമുട്ടിലിടിച്ചു. One of the tile hit in my right leg. ആ വേദന അന്നേ മാറി, പക്ഷെ ഹൃദയത്തിൽ നിന്ന് വേദന ഇന്നും മാറിയിട്ടില്ല. That pain went away, but the pain in my heart still is there. എനിക്ക് ഷർട്ട് പോലും ഇടാൻ കിട്ടിയില്ല. I was not able to even take a shirt. അവിടെ മുറ്റത്ത് അയയിൽ കിടന്ന ഒരു നനഞ്ഞ ടൗലെടുത്ത് തോളിലിട്ട് ആ ജംഗ്ഷനിലൂടെ നടന്നു. രാത്രി 11:45 മഴയത്ത്. At that midnight, I had to walk through the road with my wife while you just grabbing clothes that was on the outside. ഇവിടെ ഇരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് യൗവനക്കാർക്ക് ഇത് മനസ്സിലാകില്ല. Maybe the children, youngsters who are sitting here may not understand this difficulty. ഒത്തിരി വേദന സഹിച്ച ഒരു സ്ഥലമാണ്. There is a lot of pain that I went through. ഒരു ദിവസം ഞങ്ങളുടെ വീട്ടിൽ കഞ്ഞിക്ക് അരിയില്ല. One day we didn't had ഞാൻ വാസോട് വൈഫിനോട് ഇന്നലെ അനുഭവം പറഞ്ഞു. I shared that testimony with pastors. ഇന്ന് ഞങ്ങൾ അനേകരെ പോഷിപ്പിച്ചുകൊണ്ടിരിക്കുക. Today I am able to feed a lot of people. കഴിഞ്ഞ ദിവസം ഒത്തിരി പേർക്ക് പൈസ അയച്ചു കൊടുക്കാൻ ദൈവം സഹായിച്ചു. God was able to help me to help a lot of people. ദൈവത്തിന്റെ ദാനം മാത്രമാണ്. It's only because of God's grace. ഞാനൊരു മീറ്റിങ്ങിന് പോയിട്ട് വന്നപ്പോൾ എന്റെ വൈഫ് മൂത്ത കുഞ്ഞിനെ കൊണ്ട് വീട്ടിൽ പോയി.
When I came after a meeting, pastor's wife went to her house with the elder son. ഭക്ഷണത്തിന് നിവൃത്തിയില്ലാതെ അവിടെ അമ്മയുടെ കയ്യിൽ നിന്ന് കാശ് മേടിക്കാൻ പോയതാ. Pastor's wife went to parents' house because since she didn't have money to buy food, she went to parents' house to get money. അവള് അവിടുത്തെ നമ്മുടെ വീടിന്റെ ഭാഗമെല്ലാം മൂലയെല്ലാം അടിച്ചു വാരി, ബെഡിന് കീഴേക്ക് അടിച്ചു വാരി, നാണയത്തൊട്ടുകൾ ചേർത്ത് 10 രൂപ 50 പൈസ അവള് ശേഖരിച്ച് ബസ്സിൽ കയറി. She had this 10 rupees and 50 paisa what she had, and went in the bus to reach her parents' house. കുറച്ച് ദൂരം കറങ്ങി പോകുന്ന ബസ്സായിരുന്നു. ബസ് മാറി കയറി. She entered a wrong bus. 1 കിലോമീറ്റർ ചെന്നപ്പോൾ കണ്ടക്ടർ ടിക്കറ്റ് എടുക്കാൻ വന്നു. After a while, the conductor came to take the ticket. ഇവളോട് ചോദിച്ചു, എവിടെ നോക്കിയിട്ടാ കയറുന്നത്? അപ്പുറത്തെ സ്റ്റോപ്പിൽ ഇറങ്ങിക്കോളാൻ പറഞ്ഞു. ഇത് ബസ് വേറെയാണെന്ന് പറഞ്ഞു. Then the conductor said that you came into the wrong bus. You need to go into another bus. You have to get. ബസ് അവിടെ എത്തും, പക്ഷെ ഒത്തിരി ദൂരം കറങ്ങി പോകുന്ന ബസ്സാ. The bus goes into their house, but it will go through a lot of places. Then only will reach. ഇവള് കരയാൻ തുടങ്ങി. She started to cry. ഒരു ആന്റി ചോദിച്ചു, എന്തിനാ മോളെ കരയുന്നതെന്ന് ചോദിച്ചു. The person who was sitting beside her asked, "Why are you crying?" ആന്റി എൻ്റെ കയ്യിൽ വണ്ടിക്കൂലി കാശ് തികയില്ല, അതുകൊണ്ട് കരഞ്ഞാണെന്ന് പറഞ്ഞു. She said that I'm crying because the money that I have won't be enough to reach my home. വൈഫിനെയും കുഞ്ഞിനെയും കണ്ടപ്പോൾ അവര് 2 ചീത്ത വിളിച്ചു, എവിടെ പോണു ഡാഷിന്റെ മോളെ എന്ന് പറഞ്ഞുകൊണ്ട്. When the lady saw that with the kid, she started so upset and asked that, "Where are you going right അവള് now?" മാനസികമായിട്ട് തകരുന്ന കണ്ടപ്പോ When the lady saw that pastor's wife was struggling emotionally, ഒരു കോളേജിൽ പഠിക്കുന്ന ഒരു കുട്ടി ചോദിച്ചു, എന്ത് ആന്റി കരയുന്നെന്ന് ചോദിച്ചു. there was another kid who was studying in a college asked, "What happened?" അവള് പറഞ്ഞു, ഞാൻ തരാം ആന്റി പൈസ. ആ കാശ് അവള് കൊടുത്തു. The college kid said, "I will give you the transportation ആ money." ഭിക്ഷക്കാശ് മേടിച്ച് ബസ്സിൽ നിന്ന് ഇറങ്ങി 1/2 കിലോമീറ്റർ നടന്നു വേണം വീട്ടിൽ പോകാൻ. 2 കണ്ണിൽ കൂടെ അവള് പറഞ്ഞത് ബ്ലഡ് ആണ്, കണ്ണുനീരായിട്ട് ഒഴുകിയത്. അവള് വീട് വരെ കരഞ്ഞു. She received that help from that college kid, and so got down and near the bus station, and also had to travel almost half a mile to reach the house. And that time when she was crying, she felt അതിനുശേഷം like അവളെ ബസ്സിൽ കയറാൻ ദൈവം അനുവദിച്ചിട്ടില്ല. after that, God did not allow her to go in any bus. ഇന്ന് മാന്യമായ വാഹനങ്ങൾ ദൈവം തന്നു. നല്ല വാഹനത്തിൽ യാത്ര ചെയ്യുക. God gave a good transportation right now. ഞാൻ എന്റെ ഇല്ലായ്മ പറയാൻ വന്നതല്ല. I didn't come here to tell that. I did not come here to tell what I'm in need. ദൈവം ഞങ്ങളെ ഇന്ന് മാനിച്ചെന്ന് പറയാൻ വരുവാ. I'm just telling a testimony that God പക്ഷെ blessed. പരീക്ഷയിലൂടെ ഒരുപാട് കടന്നുപോയ ഒരു ചെറുപ്പക്കാരനാണ് നിൽക്കുന്നത്. But there is a lot of testings that I went through in my എന്റെ life. പരീക്ഷ അല്ലായിരിക്കാം നിങ്ങൾക്കുള്ളത്. It won't be the similar testing that I'm going through that will be in your life. ചിലർക്ക് അപവാദങ്ങൾ കേൾക്കുന്ന പരീക്ഷയാകാം. There could be a testing that you are hearing a lot of allegations about. ചിലർക്ക് സാമ്പത്തിക വിഷയത്തിന്റെ പരീക്ഷയാകാം. There could be a testing about the financial situations in ചിലപ്പം your life. ജോലിയുടെ പ്രശ്നമാകാം. There could be a crisis in your job. ചിലപ്പോൾ രോഗമാകാം. There could be your health. പക്ഷെ പരീക്ഷയ്ക്കകത്ത് മൗനമായിരുന്നാൽ, But in the midst of that testing, when you are silent, സഹിക്കാനുള്ള സഹിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന, when you start praying, "God, give me grace to endure that." ദൈവം പുറത്തുകൊണ്ടൊരു മഹത്വത്തോടെ പുറത്തുകൊണ്ടുവരും. When God brings you out, He will bring you out with the glory. യോബിന് നഷ്ടപ്പെട്ടതെല്ലാം ദൈവം തിരിച്ചു കൊടുത്ത് ഇരട്ടിയായി. God gave everything for Job what he lost. യോബിന്റെ ദൈവം നമ്മുടെ ദൈവമാണ്. The God of Job is our God too. എന്നെ ചിന്തിപ്പിച്ച ഒരു പദം യോബിന്റെ പുസ്തകം 42 അധ്യായത്തിലുണ്ട്. The thought that really took me was in Job chapter 42. ഇങ്ങനെ ദൈവം യോബിനെ ആദരിച്ചു. God blessed and rewarded Job like that. മന്ത്രിമാരെയും ശ്രേഷ്ഠ പദവിയിലുള്ളവരെയാണ് നമ്മൾ ആദരിക്കുന്നത്. Whoever is in like a presidential level or like whoever is high in or government authority, we honor them. പരീക്ഷയിൽ പോയൊരു മനുഷ്യനെ ദൈവം ആദരിച്ചു. When we read the word of God, God says that God rewarded or ദൈവം നിന്നെ ആദരിക്കാൻ പോവാ ദൈവബദലേ. blessed a person who went through the testing, and നിന്റെ സ്തുതി മാറ്റാൻ പോവാ ദൈവബദലേ. God is going to change your circumstances. വിശ്വസിക്കുന്നവർക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. Amen. If you believe, I praise God. അപ്പൊ ഫെയ്ത്ത് നമ്പർ 1, What is faith number 1? സാൽവേഷൻ. 2, 3, പ്രയർ. 4, എക്സാമിനേഷൻ. എഴുതി വെച്ചത് വായിച്ചു, മിണ്ടാതിരുന്ന് കേട്ടോണ്ടിരിക്കാൻ ചിലരെ. ഓക്കെ, അടുത്ത ഫെയ്ത്ത് നമ്പർ 5. Faith number 5. ഫെയ്ത്ത് ഓഫ് സ്റ്റാൻഡിങ്. Faith of standing. നിലനിൽക്കാനുള്ള വിശ്വാസം. The faith to stand firm.
വേഗം അവസാനിപ്പിക്കാം. I'm going to conclude very fast. റോമർ 11:20 പറയുന്നു, Romans chapter 11 verse 20. നീ വിശ്വാസത്താൽ നിൽക്കുന്നു, ഞെളിയാതെ ഭയപ്പെടുക. You are standing by faith. ഒരിക്കലും നിഗളത്തിന്റെ ആത്മാവ് നമ്മൾ കയറരുത്. Don't be proud. ഞാനെന്നൊരു ഭാവം നമ്മളിൽ ഉണ്ടാകരുത്. You should not have an attitude like I. ചെറിയൊക്കെ പിടിക്കാൻ 4 പേര് വേണം. For some people, in order to catch, we need 4 people. നമ്മുടെ കേരളത്തിൽ ചില പാസ്റ്റർമാരൊക്കെ നടക്കുന്ന കണ്ട കാലന്റെ അനിയൻ എന്ന് തോന്നും. Sometimes, like the pastors we see in Kerala, we feel like they are. ഇങ്ങനെ നടക്കുവാ, മുണ്ടത്തില്ല ആരോട്. They won't talk to anybody. They are very serious. And they don't തവളയെ പോലെ പൊട്ടിച്ചാവൂലെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. I feel like if they go like that, they're gonna have like a lot of pressure inside, and that can cause some damage. ദൈവമക്കളെ, നമുക്ക് നിഗളിക്കാൻ ഒന്നുമില്ല ഇവിടെ. My dear brothers and sisters, we have nothing to be proud in our life. ഒരു അനുഗ്രഹീത കർത്താവിന്റെ ദാസൻ One blessed സ്നാനം കൊടുക്കാൻ കഴിഞ്ഞ ദിവസം പോയതാ. he went to baptize. അവിടെ കുഴഞ്ഞു വീണ് മരിച്ചു. He went to be with the Lord. അദ്ദേഹത്തിന്റെ അടക്കം ഇപ്പം കഴിഞ്ഞു കാണും, ഇവിടെ നടന്നുകൊണ്ടിരിക്കുവോ തൊട്ടടുത്ത്. There is a funeral service of him going. ഞങ്ങൾ ഇന്നലെ പോയി ബോഡി കണ്ടു. I was able to go yesterday for the memorial service. മനുഷ്യന്റെ ജീവിതം ഇത്രയേ ഉള്ളൂ. The life of a person is like that. എന്തെല്ലാം ഐറ്റം ഫുഡ് റെഡിയാക്കി വെച്ചിട്ടാ നിങ്ങൾ ഇവിടെ വന്നത്. How many we must have prepared a lot of food in our house. മീൻ കറി, Fish curry, ചിക്കൻ, chicken, മട്ടൻ, ബീഫ്. beef. ചെറിയ ചിന്തിക്കുന്ന യേശുപ്പാന്ന് വീടെത്തിയെങ്കിൽ. Now you might be thinking that I want to go home and eat the food. പക്ഷെ ആ ഭക്ഷണം നിങ്ങൾ കഴിക്കാൻ പറ്റുമെന്ന് എന്താ ഉറപ്പ്? What is the confirmation that you are able to eat that food? ഒരു ഉറപ്പുമില്ല. There's no hope. നിഗളിക്കരുത്. We don't want to be proud. ഭർത്താവ് ഭാര്യയോട് പറയണം, ഭാര്യ ഭർത്താവിനോട് പറയണം, നിഗളിക്കരുത്. The spouse each other, the husband tell to the wife, wife tell to the husband that you don't want to be proud. സഭയ്ക്കകത്ത് നിഗളിക്കരുത്. Don't get proud in the church. സഹോദരിമാര്, നിങ്ങളല്ല കേട്ടോ, സഹോദരിമാര്. I'm not talking about the people here. I'm talking about the ഞാനൊരു ഫാമിലി കൗൺസിലറും കൂടാ. pastor is telling from experience from his ഒത്തിരി family. 4-5 ഫാമിലീസിനെ അമേരിക്കയിൽ കൗൺസിൽ ചെയ്ത് കഴിഞ്ഞു. I had a chance to counsel a couple families here. നിങ്ങളുടെ ചർച്ചിനോട് ചേർന്ന് റൂം തന്നെ ചെയ്തിട്ടുണ്ട് കൗൺസിലിങ്ങിന് വേണ്ടിയിട്ട്. There are like some churches has a room like for a family counseling. പലയിടത്തും പ്രശ്നം സ്ത്രീ പീഡനമല്ല, പുരുഷ പീഡനമാ. Many places the issue is because of man is too much. ഇവൾക്ക് വരുമാനം ഉള്ളതുകൊണ്ട് ഇവളെ ചിന്ത, എനിക്ക് ഇയാളില്ലെങ്കിൽ ജീവിക്കാൻ അറിയാം. Many people think that since I had the income, I can live without the husband's or wife's income. എന്തൊക്കെ ഉണ്ടെങ്കിലും ഹെഡ് ഓഫ് ദ ബോഡി, ശരീരത്തിന്റെ തലയാണ് പുരുഷനെന്ന് ബൈബിൾ പഠിപ്പിക്കുന്നു. Whatever you have, the word of God teaches that the head of the family is the man. ചില വീട്ടിൽ 2 ഭർത്താക്കന്മാരാ. In the house there is some houses there are 2. അയാൾ 1 പറയും, അവൾ 9 പറയും. Husband will say one thing, wife will say like 9 things. എവിടെയൊക്കെ കൊള്ളുന്നുണ്ട്. Some are feeling it. ചില വീട്ടിൽ 2 ഭാര്യമാർ. അയാൾ ഒരു മണവും ഗുണമില്ല, അവൾ ഒരു മണവും ഗുണമില്ല. കണ്ടിട്ടില്ലേ? Some places it's the opposite way. ഒരു ഭർത്താവും ഒരു ഭാര്യയുമാകാവൂ. In your house let it be a husband and wife. ഒരിക്കലും ഞാനും നിങ്ങൾ നിഗളിക്കരുത്. Let us not be proudful in our life. എല്ലാ ദിവസവും ഞാൻ ബെഡിൽ ഇരുന്ന് എഴുന്നേൽക്കുമ്പോൾ പ്രാർത്ഥിക്കുന്ന വാചകം ഇന്നും പ്രാർത്ഥിച്ചു. Every morning I wake up from my bed, what I pray is, കർത്താവേ, ഇന്ന് മനഃപൂർവ്വം പാപം ചെയ്യാൻ അനുവദിക്കരുത്. God help me not to sin knowingly. നിഗളിക്കാൻ അനുവദിക്കരുത്. God help me not to be proud in my life. കാഹളം ധ്വനിച്ചാൽ ഞാൻ കൈവിടപ്പെടരുത്. And when the trumpet sounds, I don't want to be left alone. പൊതു ശുശ്രൂഷ വേദിയിൽ തിരക്കോടെ ദൈവം ഉപയോഗിക്കുന്ന ഒരു എളിയ ദാസനാണ് നിൽക്കുന്നത്. God is using the pastor in a public preaching amazingly, but he's also very busy. നാട്ടിൽ 5-6 കഴിഞ്ഞ ദിവസം ഞാൻ 7 മീറ്റിംഗിന് പ്രസംഗിച്ചു. ഷിക്കാഗോയിൽ 7 മീറ്റിംഗിന് പ്രസംഗിച്ചു. ഡാളസിലെ Pastor was able to preach almost 7 meetings in Dallas. ഒരു ദിവസം 7 മീറ്റിംഗിന്. It was 7 meetings in one day. ഒരു സൺഡേയിൽ 4 മീറ്റിംഗിന് പ്രസംഗിച്ചു. In a Sunday 4 meetings. പക്ഷേ ഞാൻ എന്തോ ആണെന്നൊരു ചിന്ത എപ്പോൾ എന്നിൽ വരുമോ അപ്പോൾ ദൈവം എന്നെ വെട്ടി താഴെയിടും. What I know is that whenever I think that I'm somebody, God is going to crush me down. ഞാൻ ഇവിടെ മക്കളോട് പറയുന്നു, ഒരിക്കലും നിഗളിക്കല്ലേ മക്കളെ.
I just want to speak to everyone who are here. Children, do not be prideful in your life. ഹല്ലേലൂയ. Hallelujah. ഇംഗ്ലണ്ടിൽ ഒരു വീട്ടിൽ നടന്നൊരു സംഭവം ഞാൻ പറയാം. I want to share about a story that happened in a house in the UK. 21 വയസ്സുള്ള ഒരു പെൺകുട്ടി 21 years old lady. നിങ്ങളെല്ലാം ശ്രദ്ധിക്കുന്നതുകൊണ്ടാണ് ഞാൻ അനുഭവം കൂടെ പറയുന്നത്. The reason that everybody is listening, that's why I'm sharing this. അപ്പം അവിടെ വീട്ടിൽ ഞാൻ ഇങ്ങനെ സോഫ സെറ്റ് ഇരിക്കുക. I'm sitting in her house. ഈ മുട്ടിന് മുകളിലുള്ള ഈ നിക്കർ വിട്ടും കൊണ്ട് 21 വയസ്സുള്ള പെൺകുട്ടി കാലിന്റെ പുറത്ത് കാലുവിട്ട് എന്റെ ഫ്രണ്ടിൽ വന്നിരുന്നു. This young woman came in front of me and sat with the short shorts. നാണമില്ല എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. I mean, I was feeling like why they don't feel any shame to sit in. ഞാൻ ഇങ്ങനെ നോക്കിയപ്പോൾ അപ്പന് മനസ്സിലായി കുഴപ്പമാവും, ബൈജിപാസ് ആണ്. Then the father understood that the Baiju pastor will bring the trouble. ഞാൻ പറഞ്ഞു മോളെ കാല് താത്തിട്ട് മോളെ എന്ന് പറഞ്ഞു. Baiju pastor told the kid, you have to put your leg down. അവൾ എന്നെ ചെറിഞ്ഞു നോക്കിയിട്ട് കാല് താത്തിട്ടു. The kid looked at the pastor and put the leg down. അവൾക്ക് ഔഡി കാറുണ്ട്, ഗവൺമെന്റ് ജോലിക്കാരിയാ. She's a government job employer too. ഒരു കോടി രൂപയുടെ വണ്ടിയാ കിടക്കുന്നത് അവൾക്ക് It's a സ്വന്തമായിട്ട്. very expensive car for her 21 വയസ്സിൽ. at the age of 21. പിന്നെ കാല് പൊക്കി വെക്കൂലേ. Then she might be thinking, why can't I keep my leg above that? ഞാൻ പറഞ്ഞു മക്കളെ ഇങ്ങനെ ഇരുന്നാൽ നിങ്ങളുടെ കുടുംബത്തിന്റെ കൾച്ചർ ഇത്രേ ഉള്ളൂ എന്ന് നാട്ടുകാർക്ക് മനസ്സിലാവും. When you sit like that, people will understand that this is how you respect others. പക്ഷെ സംഭവിച്ചത് What happened? അവിടെ ശരീരത്തിൽ പിശാച് വെളിപ്പെട്ടു. The demon started manifesting. 3 വർഷം കൊണ്ടുണ്ടായിരുന്ന ഷോൾഡർ പെയിൻ ദൈവം അഴിച്ചു മാറ്റി. 3 years the shoulder pain they had got to get away. അവള് നാണം കെട്ട് കയറി റൂമിൽ പോയി, കഴിച്ചില്ല അന്ന് രാത്രി. She was very ashamed and she didn't want to eat. പിറ്റേന്ന് രാവിലെ എഴുന്നേറ്റപ്പോ The next day when she woke up, അവിടെ കാറ് കള്ളന്മാർ മോട്ടിച്ചോണ്ട് പോയി. the robber took away, thieves stole the car. 2 വർഷം ഇന്ന് വരെ കിട്ടിയിട്ടില്ല. It's been almost 2 years. They were not able to find it. എങ്ങനെ സംഭവിച്ചെന്നറിയില്ല. They don't know how it happened. വീട്ടിനകത്ത് കയറി താക്കോലെടുത്ത് കാർ കൊണ്ടുപോയി. The thieves came inside the house, took the key and went away. പക്ഷെ ഒരിക്കലും നികളത്തിന്റെ ആത്മാ നമ്മൾ വരരുത്. Let's not have any prideful attitude in ഇന്ന് രാവിലെ നിലനിൽക്കാനുള്ള വിശ്വാസത്തിനായി നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. Let us pray for a grace of faith to stand firm in the word of God. 2 വിശ്വാസം കൂടെ ഉണ്ട്, ഞാൻ പ്രസംഗിക്കുന്നില്ല. There is 2 more faith. I don't want to preach about it. ഫെയ്ത്ത് ഓഫ് ഗ്ലോറി എഴുതിക്കോളൂ. ഫെയ്ത്ത് ഓഫ് ഗ്ലോറി, മഹത്വത്തിന്റെ വിശ്വാസം. Faith of glory is the next one. യോഹന്നാൻ 11:40. John chapter 11:40. മറ്റൊന്ന് മർക്കോസ് 16:17. ഫെയ്ത്ത് ഓഫ് മിറക്കിൾസ്, അത്ഭുതങ്ങളുടെ വിശ്വാസം. Mark chapter 16 verse 17. ഈ 7 വിശ്വാസം മറക്കരുത്. Let us not forget the 7th faith. എല്ലാവരും ഒന്ന് പറഞ്ഞേ, ഫെയ്ത്ത് ഓഫ് സാൽവേഷൻ, ഫെയ്ത്ത് ഓഫ് ലൈഫ്, ഫെയ്ത്ത് ഓഫ് പ്രയർ, ഫെയ്ത്ത് ഓഫ് എക്സാമിനേഷൻ, ഫെയ്ത്ത് ഓഫ് സ്റ്റാൻഡിങ്, ഫെയ്ത്ത് ഓഫ് ഗ്ലോറി, ഫെയ്ത്ത് ഓഫ് മിറക്കിൾസ്, അത്ഭുതങ്ങളുടെ വിശ്വാസം. ഇന്നും അത്ഭുതങ്ങൾ ദൈവം ചെയ്യുകയാണ്. Today also God is able to do miracles. എല്ലാ കണ്ണുകളും ദൈവത്തിന് അടയ്ക്കാം. Let us close all our eyes. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുകയാണ്. I'm going to pray for you. വളരെ ശാന്തമായി കേട്ട ദൈവത്തിന്റെ ദൂതന് മുൻപിൽ The word of God that you heard in front of you right now. ഈ പവർ മീറ്റിംഗിൽ കർത്താവിനെ തൊട്ടു എന്ന് എത്ര പേർക്ക് ബോധ്യമുണ്ട്? If you feel like God touched you this morning, പ്ലീസ് ഓൾ സ്റ്റാൻഡ് അപ്പ്. നമുക്ക് ഒരു എഴുന്നേൽക്കാം. let us all raise up and stand up now. നിങ്ങളുടെ ജീവിതത്തിന്റെ സകല തകർച്ചകളെയും പരിഹരിപ്പാൻ കഴിവുള്ളവൻ ഇന്ന് പകൽ ഇവിടെ വന്നിട്ടുണ്ട്. God is able to fix every brokenness in your life. നിങ്ങളുടെ വിശ്വാസം ഇന്ന് പകൽ വർദ്ധിക്കണം. Let your faith arise this morning. നിങ്ങളുടെ നിരാശകളെല്ലാം ഇറക്കി വെക്കണം. Take away all your burdens. ഇന്ന് പകൽ ഇവിടെ വന്നതല്ല, കർത്താവിനെ കൊണ്ടുവന്നതാണ് എന്ന് എത്ര പേർക്ക് ബോധ്യമുണ്ട്? Do you believe that you did not just come by chance here? God brought you here this morning. ദൈവാത്മാ പ്രവചനാത്മാവിൽ പലരോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. God was able to speak. Holy Spirit was able to speak through prophecy this morning. ദൂത് പാസ്റ്റബിൾ എനിക്കറിയാം, ദൈവം പറഞ്ഞ തൊട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. As I was prophesying, I know God was touching your life. നമുക്കൊന്ന് കസേര വിട്ടൊന്ന് ഇറങ്ങി വരാമെങ്കിൽ ബ്ലെസ്സിംഗ് ആയിരിക്കും. ഫ്രണ്ടിലേക്ക് വരാമോ? നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ.
if everyone wants to come forward, I can. It will be a blessing. ഫാമിലി Pray for. കുടുംബമായിട്ട് വന്നാട്ടെ.